ഹായ് ഗൈസ്. സോ ഇനി നമ്മൾ ഡോമിൽ നിന്ന് എലമെൻറ്റ്സ് അല്ലെങ്കിൽ നോട്ട്സ് ഒക്കെ എങ്ങനെ കൊറി ചെയ്യാം എന്നുള്ളതാണ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഞാൻ എലമെൻറ്റ്സ് നിന്നും നോട്ട്സ് നിന്നും ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് പറയുന്നുണ്ട്. ബട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ആക്ച്വലി അതിലെ കീ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മുടെ HTML പേജ് അല്ലെങ്കിൽ റെൻഡേഡ് പേജ് ഡോമിലുള്ള കണ്ടൻസ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗസർ നമുക്ക് ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റിൽ കുറച്ച് മെത്തേഡ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ചില മെത്തേഡ്സ് ബേസിക്കലി അത് സിംഗിൾ എലമെൻ്റ് ആണ് റിട്ടേൺ ചെയ്യുക, ചില മെത്തേഡ്സ് അത് മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് റിട്ടേൺ ചെയ്യും. ഡോമിൽ നിന്ന് സെലക്ട് ചെയ്യാൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ബേസിക്കലി ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്വറി സെലക്ടർ, ഗെറ്റ് എലമെൻറ്റ് ബൈ ഡി എന്നുള്ളതൊക്കെയാണ് ഉള്ളത്. സോ ഈ ക്വറി സെലക്ടർ, ഗെറ്റ് എലമെൻറ്റ് ബൈ ഡി ഒക്കെ സിംഗിൾ എലമെൻ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. സോ മൾട്ടിപ്പിൾ എലമെൻറ്റ് റിട്ടേൺ ചെയ്യാനായിട്ട് നമുക്ക് ക്വറി സെലക്ടർ, ഓൾ, ഗെറ്റ് എലമെൻറ്റ് ബൈ ടാഗ് നെയിം, അങ്ങനത്തെ കുറച്ചധികം മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്വറി സെലക്ടർ ആൻഡ് ഗെറ്റ് എലമെൻറ്റ് ബൈ ഡി ബേസിക്കലി എന്ത് വെച്ചാൽ ഒരു എലമെൻറ്റ് റിട്ടേൺ ചെയ്യുള്ളൂ ഒരു സമയത്ത്. ക്വറി സെലക്ടർ ബേസിക്കലി CSS സെലക്ടർ ആക്സെപ്റ്റ് ചെയ്യും. CSS ഫയലിൽ നിങ്ങൾ എഴുതുന്ന സെലക്ടേഴ്സ് പോലെ തന്നെയാണ് അതും. സോ ഇറ്റ്സ് ലൈക്ക് സൂപ്പർ ഫ്ലെക്സിബിൾ നമുക്ക് പറയാൻ പറ്റും. ID സെലക്ടർ അല്ലെങ്കിൽ ക്ലാസ് സെലക്ടർ, ടാഗ് സെലക്ടർ, ഈവൻ സ്യൂഡോ സെലക്ടേഴ്സ് വരെ യൂസ് ചെയ്യാം നമുക്ക്. പക്ഷേ റൂൾ എന്ന് വെച്ചാൽ ക്വറി സെലക്ടർ ഓൾവേസ് റിട്ടേൺ ദി ഫസ്റ്റ് മാച്ച്ഡ് എലമെൻറ്റ്, ആദ്യം മാച്ച് ചെയ്യുന്ന എലമെൻറ്റ് മാത്രമേ അത് റിട്ടേൺ ചെയ്യുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ കോഡ് എഴുതുന്നില്ല, അത് നമുക്ക് ലേറ്റർ ഓൺ ചെയ്യാം. ഞാൻ തിയറി ആയിട്ട് പറയുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വറി സെലക്ടർ ഓഫ് H1 എന്ന് എഴുതാം. H1 ടാഗ് അപ്പോൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് H1 കാണുന്നത് അത് നമുക്ക് റിട്ടേൺ ചെയ്യും. പിന്നെ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വറി സെലക്ടർ ഓഫ് P എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് P ടാഗ്, പാരറ്റ് ടാഗ് എന്ന് വെച്ചാൽ അത് റിട്ടേൺ ചെയ്യും. അങ്ങനെ. സോ പിന്നെ ഗെറ്റ് എലമെൻറ്റ് ബൈ ഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഐ ഡി എടുത്ത് എലമെൻറ്റ് സെലക്ട് ചെയ്യാനുള്ളത് യൂസ് ചെയ്യുന്നതാണ്. സോ ID യൂഷ്വലി യൂണീക്ക് ആയിരിക്കും. സോ അതെപ്പോഴും ഒരു എലമെൻറ്റ് റിട്ടേൺ ചെയ്യുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം, ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഓഫ് ലൈക്ക് നിങ്ങളുടെ ഏതാണോ ID എന്ന് വെച്ചാൽ ആ IDയുടെ പേര് കൊടുത്താൽ മതി. സോ അത് റിട്ടേൺ ചെയ്യും. സോ ഇതൊക്കെ തിയറിറ്റിക്കലി ഞാൻ ലേറ്റർ ഓൺ എനിക്ക് ഗോ ത്രൂ ചെയ്യാം. ഇപ്പോൾ ഞാൻ ക്ലാസ് ആയിട്ട് തിയറിറ്റിക്കലി പറഞ്ഞു വെക്കുന്നു മാത്രം. ഓക്കെ, സോ ക്വറി സെലക്ടർ മോർ ഫ്ലെക്സിബിൾ ആണ്, ഗെറ്റ് എലമെൻറ്റ് ബൈ ഡി ഫാസ്റ്റർ ആണ് ആൻഡ് ഡയറക്റ്റ് ആണെന്ന് പറഞ്ഞ് പറയാൻ പറ്റും. ഓക്കെ, സോ ആൻഡ് ID ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലീൻ ആയിരിക്കും നമ്മൾ വിളിക്കുന്ന ടൈമിലൊക്കെ. പിന്നെ ക്വറി സെലക്ടർ ഓൾ ആൻഡ് ഗെറ്റ് എലമെൻറ്റ് ബൈ ടാഗ് നെയിം ബേസിക്കലി അതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് ആണ് റിട്ടേൺ ചെയ്യുന്നത് നമുക്ക്. സോ ഇതും CSS സെലക്ടർ ആക്സെപ്റ്റ് ചെയ്യും. ബട്ട് ഡിഫറൻസ് എന്ന് വെച്ചാൽ റിട്ടേൺസ് ഓൾ മാച്ച്ഡ് എലമെൻറ്റ്സ്, എല്ലാ മാച്ച് എലമെൻറ്റ്സും റിട്ടേൺ ചെയ്യും. അറിഞ്ഞുള്ള എല്ലാതും അത് ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്നത് വെച്ചാൽ നോഡ് ലിസ്റ്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് എൻ അറേ ഒബ്ജക്റ്റ് പോലെ ഒരു നോഡ് ലിസ്റ്റ് ആയിരിക്കും മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് ഒക്കെ റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാം ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വറി സെലക്ടർ ഓൾ ഓഫ് P എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ P ടാഗും ബേസിക്കലി അറേയുടെ ഉള്ളിൽ അറേ നോഡ് ലിസ്റ്റ് ആയിട്ട് നമുക്ക് തരും ആക്ച്വലി. ഓക്കെ, പിന്നെ ഗെറ്റ് എലമെൻറ്റ് ബൈ ടാഗ് നെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ടാഗ് നെയിം കൊണ്ട് സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ടാഗ് നെയിം ഓഫ് LI എന്ന് പറഞ്ഞാൽ HTML കളക്ഷനിലുള്ള എല്ലാ LIയും അത് എടുത്തിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യും. ആൻഡ് ദർ സം അതർ മെത്തേഡ്സും കൂടി ഉണ്ട്, ലൈക്ക് ഗെറ്റ് എലമെൻറ്റ്സ് ബൈ ക്ലാസ് നെയിം, ഗെറ്റ് എലമെൻറ്റ് ബൈ നെയിം, ഇങ്ങനത്തെ കുറച്ചധികം മെത്തേഡ്സ് ഉണ്ട്. ബട്ട് മോസ്റ്റ് ഫ്ലെക്സിബിൾ ബേസിക്കലി ക്വറി സെലക്ടർ ഓളൊക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ CSS സെലക്ടേഴ്സ് കൊണ്ട് എനിത്തിങ് നമുക്ക് ടാർഗറ്റ് ചെയ്യാനും പറ്റും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്വറി സെലക്ടർ ഓൾ റിട്ടേൺസ് നോൺ ലീവ് നോഡ് ലിസ്റ്റ് എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്നാപ്ഷോട്ട് ഓഫ് ഡോം അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ഗെറ്റ് എലമെൻറ്റ് ബൈ ടാഗ് നെയിം അല്ലെങ്കിൽ അതർ ഗെറ്റ് എലമെൻറ്റ്സ് ബൈ മെത്തേഡ്സ് ഒക്കെ റിട്ടേൺ ലൈവ് കളക്ഷൻസ് ആണ്. കാരണം ഡോമിൽ എലമെൻറ്റ്സ് ആഡ് അല്ലെങ്കിൽ റിമൂവ് ചെയ്താൽ ലിസ്റ്റ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകും. ഓക്കെ, ഇത് നമ്മൾ ലേറ്റർ ആണ് ഗോ ത്രൂ ചെയ്യാൻ പറ്റുന്നത്. കാരണം ക്രിയേറ്റ് അല്ലെങ്കിൽ റിമൂവ് എലമെൻറ്റ്സ് സെക്ഷനിൽ പ്രാക്ടിക്കലായിട്ട് കുറച്ചും കൂടി ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മൾ ഗോ ത്രൂ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഓക്കെ ഫൈൻ, അത് ഇഗ്നോർ ചെയ്തോളാം. നമുക്ക് ലേറ്റർ ഓൺ ഇത് സെക്ഷൻ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ നോട്ട്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് പറഞ്ഞല്ലോ. സോ അതിന് ഡിഫറൻസ് എന്താണെന്നാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണ് നോട്ട്സ്, എന്താണ് എലമെൻറ്റ്സ് ഉള്ളത്. സോ നോട്ട്സ് ആർ ദി ഒബ്ജക്ട്സ് ദാറ്റ് മേക്കപ്പ് ദി ഡോം എന്ന് പറയാൻ പറ്റും. ഡോമിലുള്ള എല്ലാം നോഡാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എലമെൻറ്റ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ HTML ടാഗ്സ്, ടെക്സ്റ്റ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് കണ്ടൻറ്റ്. സോ ആട്രിബ്യൂട്ട് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഡോട്ട്സും ഉണ്ട്. അതിപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് അല്ല, ഇപ്പോൾ അവിടെ വയ്ക്കാം. സോ H1 P ടാഗ് എല്ലാം നോഡാണ്. ബട്ട് സ്പെഷ്യലി എലമെൻറ്റ് നോട്ട്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ടെക്സ്റ്റ് കണ്ടൻറ്റ് ഇൻസൈഡ് ദം ആർ ടെക്സ്റ്റ് നോട്ട്സ്. ഒരു ഇപ്പോൾ P ടാഗിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ H1ൻ്റെ ഉള്ളിൽ ഞാൻ ഒരു കണ്ടൻറ്റ് എഴുതുകയാണെങ്കിൽ അതൊക്കെ ടെക്സ്റ്റ് നോഡായിട്ട് മാറ്റണം. ടെക്സ്റ്റ് നോഡായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി എലമെൻറ്റ്സ് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് നോട്ട്സ് ഓൺലി ആണ്. എന്ന് വെച്ചാൽ HTML ടാഗ്സ് കൊണ്ട് ക്രിയേറ്റ് ആയ നോഡുകൾ.
സോ വെൻ ഐ സേ എലമെൻറ്റ് ഞാൻ എന്താ പറയണമെന്ന് വെച്ചാൽ H1 div ബട്ടൺ ഇൻപുട്ട് ഇതെല്ലാം ഞാൻ എലമെൻ്റാണ് ഓക്കെ. കാരണം വെച്ചാൽ എലമെൻറ്റ്സിന് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഉണ്ട്. സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, കണ്ടന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും, പിന്നെ ക്ലാസ്സസ് ആഡ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും, ആട്രിബ്യൂട്ട്സ് റീഡ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് അല്ലെങ്കിൽ റിമൂവ് എലമെൻറ്റ്സും പറ്റും. സോ ടെക്സ്റ്റ് നോട്ട്സും പ്രോപ്പർട്ടീസ് ഉണ്ട്. ബട്ട് നമ്മൾ ഡയറക്റ്റായി ടെക്സ്റ്റ് നോട്ടിനെ കുറിച്ച് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. യൂഷ്വലി വാട്ട് വി ഡു ലൈക്ക് എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ ടെക്സ്റ്റ് കണ്ടന്റ് ചേഞ്ച് ചെയ്യുന്നു, ദാറ്റ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ്സ് ദി ടെക്സ്റ്റ് നോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ എന്താ എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ പറയുകയാണെങ്കിൽ ഡോക്യുമെൻറ്റ് ക്വറി സെലക്ടർ ഓഫ് H1 എന്ന് എടുത്തു. സോ ഫസ്റ്റത്തെ H1 നമുക്ക് കിട്ടി. സോ അത് ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കിട്ടും. എന്നിട്ട് ഈക്വൽ ടു ഞാൻ ആ ടെക്സ്റ്റ് നോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ സോ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വറി സെലക്ടർ ഓഫ് H1 ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ് ഈക്വൽ ടു ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹായ് എന്നുള്ള വാല്യൂ കൊടുക്കും. അതായത് ബേസിക്കലി അത് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ടെക്സ്റ്റ് നോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു മാത്രം. സോ ഞാനിത് പ്രോഗ്രാമൊക്കെ പറയുന്നുള്ളൂ. നമ്മൾ ലേറ്റർ ഓൺ ഇത് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഇത് ഞാൻ തിയറി ക്ലാസ് ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ തിയറി മാത്രം പറഞ്ഞു വയ്ക്കുന്നത്. സോ മോസ്റ്റ്ലി നമ്മൾ എലമെൻറ്റ്സിന് ഒപ്പമായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. എലമെൻറ്റ്സ് ടൈപ്പ് അനുസരിച്ച് പ്രോപ്പർട്ടീസ് മാറും കേട്ടോ. എല്ലാ എലമെൻറ്റ്സിനുള്ള മെത്തേഡ്സ് സെയിം അല്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇൻപുട്ടിന് വാല്യൂ ഉണ്ട്, ഓക്കെ, പക്ഷേ ഈ ടാഗിന് വാല്യൂ ഇല്ല. ബട്ടൺ ആണെങ്കിൽ ക്ലിക്ക് ഇവൻറ്റ്സും ഉണ്ട്. സോ അവൈലബിൾ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ്സ് ഓൺ ദി വാട്ട് കൈൻഡ് ഓഫ് എലമെൻറ്റ്സ് വിച്ച് യു ആർ യൂസിങ്. അങ്ങനെയാണ്. സോ ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും കറസ്പോണ്ടിങ്ങിലി അതിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ കുറച്ച് തിയറിറ്റിക്കൽ ക്ലാസ്സാണ് ഞാൻ ഗോ ത്രൂ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇൻഡെപ്റ്റ് ആയിട്ട് പ്രോഗ്രാമിറ്റി മനസ്സിലാക്കാനായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും ആക്ച്വലി എങ്ങനെയാണ് നമ്മൾ ഇത് കോഡ് എഴുതുന്നത്, എങ്ങനെ ആക്സസ് ചെയ്യാന്നുള്ളത്. തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ പഠിച്ച് റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.